ഇതുവരെയും സമവായമായിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി നമുക്കിപ്പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി മിനി ഗോപി, അല്പം മുമ്പ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാതൃഭൂമി ന്യൂസിലൂടെ അറിയിച്ചത് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്തമായി വന്യജീവി ആക്രമണത്തെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ്. കൂപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളുമായി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ സംസാരിച്ചോ? നഷ്ടപരിഹാരം എന്ന ജനങ്ങളുടെ ആവശ്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇത് കൂവപ്പടി അല്ല കേട്ടോ, കോട്ടപ്പടിയാണ്. കുടുംബകലം കോട്ടപ്പടി പഞ്ചായത്ത്. അതിന്റെ തീരുമാനങ്ങൾ ആയിട്ടില്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവരുടെ കുടിവെള്ളമാണ് ഈ ആന വീണിട്ടുള്ള കിണർ. അപ്പൊ അവർക്ക് അത് അടുത്ത പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും കുടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ്. അപ്പൊ അവര് നഷ്ടപരിഹാരമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കി ക്ലിയർ ചെയ്ത് കൊടുക്കാം എന്ന് വാക്കാൽ പറയുമ്പോൾ അത് വാക്കാൽ ജനങ്ങള് അതിനോട് താല്പര്യപ്പെടുന്നില്ല. കാരണം വാക്ക് പറഞ്ഞു പോയിട്ട് കാര്യങ്ങൾ നടന്നില്ലാത്ത വർഷം നമ്മൾക്ക് ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ അതിന് രേഖാമൂലമുള്ള ഒരു ലെറ്ററാണ് അവർ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായിട്ടാണോ അല്ലെങ്കിൽ അത് പരിഹാരം ഉണ്ടാക്കുമോ എന്നുള്ളതിൻ്റെതാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. വീട്ടുകാർക്ക് നിരന്തരമായി ഈ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഈ പ്രദേശങ്ങളിൽ ഇപ്പൊ വന്നിരിക്കുന്നത് ജനവാസ മേഖലയിലേക്കാണ്. 3 കിലോമീറ്ററോളം വനത്തിൽ നിന്ന് മാറി ജനവാസ മേഖലയിലാണ് ആന വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നുകൊണ്ട് തീരുന്ന ഒരു പ്രശ്നമല്ല. അപ്പം ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് അത് പൂർണ്ണതയിൽ എത്തുന്ന രീതിയിലുള്ള ഒരു പരിഹാരമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് പരിഹാരത്തിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. കൃത്യമായിട്ടുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? അവർ അടക്കമുള്ളവരാണ് എത്തിയിട്ടുള്ളത്. കളക്ടർ എത്തിയിട്ടില്ല. RDO അടക്കമുള്ള ഉദ്യോഗസ്ഥര്, ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥര് എല്ലാവരും എത്തിയിട്ടുണ്ട്. RDO എന്ന് പറയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണല്ലോ. അദ്ദേഹത്തിനും തീരുമാനമെടുക്കാൻ കഴിയും. വനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവായ സമീപനം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? പോസിറ്റീവായിട്ടുള്ളത് ഇതുവരെയും എത്തിയിട്ടില്ല. ഇതിലേക്ക് വന്നിട്ടില്ല. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് നഷ്ടപരിഹാരം വേണം എന്നുള്ള ഇതിൽ തന്നെയാണ് ഞങ്ങൾ തുടരുന്നത്. ഇപ്പോൾ ഈ കൃത്യമായിട്ടുള്ള തീരുമാനം ആയിട്ടില്ല. ഇപ്പോൾ ഈ കിണർ കെട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് നല്ല ചിലവ് വരും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പണം വേണ്ടി വരുന്നതാണ് അത് കെട്ടിയിടുന്നതിന്. മാത്രമല്ല നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ സ്വാഭാവികമായിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ച് വീണ്ടും വൃത്തിയാക്കി പഴയപടി ആക്കേണ്ടതും ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു വേഗത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന തരത്തിൽ ചർച്ച പോകുന്നുണ്ടോ? ആ രീതിയിലാണ് ചർച്ച ഇതുവരെ പോയിട്ടുള്ളത്. പിന്നെ ഒരു നഷ്ടപരിഹാരം കൂടി വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊരു തീരുമാനമായിട്ടില്ല. ഈ സമീപത്തെ കൃഷി നശിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ മണ്ണുമാന്തി യന്ത്രമൊക്കെ എത്തിക്കുമ്പോൾ അവരും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ടോ? കൃഷികൾക്ക് വലിയ ചെറിയ മരങ്ങളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വണ്ടി കയറി വരണമെങ്കിൽ ആന കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വാഹനം കടന്നു പോകുന്ന വഴിയല്ല. ഇത് കൃഷി സ്ഥലം തന്നെയാണ്. റബ്ബർ തോട്ടത്തിലൂടെ വേഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.